ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വീണ്ടും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു ട്രാവൽ വ്ളോഗാട്ടോ ഞാൻ എടുക്കാൻ വിചാരിക്കുന്നത്. ഇനി ഞങ്ങൾ ബീഹാറിലോട്ട് പോവാണ്. ബീഹാറിൽ ഗയ ആണ് ഞങ്ങളിന്ന് പോകാമെന്ന് വിചാരിക്കുന്നത്. പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. ഞങ്ങൾ വേറൊരു സ്ഥലമായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അത് ലാസ്റ്റ് മിനിറ്റിൽ ഒഴിവാക്കേണ്ടി വന്നു. പക്ഷേ അത് ഞങ്ങൾ അടുത്ത് തന്നെ പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 12:30 ആവുന്നു. 1:30ക്കാണ് ട്രെയിന്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇനി ബാക്കി താഴെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഞങ്ങൾ റെഡി ആയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. സോ ഇനി ഇറങ്ങിയിട്ട് കാണിക്കാം. അങ്ങനെ ഞങ്ങൾ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കില്ല. വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് കുറവാണ് ഫീൽ ചെയ്യുന്നത്. ഇങ്ങനെയല്ല സാധാരണ ഉണ്ടാവുന്നത്. ഭയങ്കര നമ്മുടെ കടപ്പുറത്തുണക്കായിട്ടുള്ള ആൾക്കാർ കിടക്കുന്നുണ്ട്. അവിടെ കിടപ്പുണ്ട്, കാണിച്ചു തരാം. അവിടെ ഞങ്ങൾ ഇപ്പോൾ സമയത്തായി 12:41. ഇപ്പോൾ 12:41. ഞങ്ങൾക്ക് 1:30ക്കാണ് ട്രെയിൻ വരുന്നത്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. ഞങ്ങൾ നടക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഒരു ഓട്ടോ വന്ന് കയറ്റി കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ വളരെ നേരത്തെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇതിലെയാണോ നമ്മൾ കയറുന്നത്? കൗണ്ടർ അപ്പുറത്താ. ഉറങ്ങുന്നവരുടെ ഇടയിൽ കൂടെ ഈ ഫോണും പിടിച്ചു നടക്കും. ഇത് കാണിച്ചു കൊടുക്കും. ഇതാണ് ഓവർടേക്ക് ചെയ്യല്ലേ അവസ്ഥ. ടിക്കറ്റ് ഇതുകൊണ്ട് ടിക്കറ്റിൽ അവിടെ നിന്ന് എടുക്കാം. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണ്? 8ാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ്. സോ ഞങ്ങൾ അങ്ങോട്ട് പോകും. ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വരും. ഇപ്പോൾ സമയം ഏകദേശം 1:20 കഴിഞ്ഞു. ഇപ്പോൾ വരും. മേടിച്ചു പോയി ട്രെയിൻ. ഞങ്ങൾ ഏകദേശം രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. 5 മണി 5:30 ഒക്കെ ആകുമ്പോൾ. ബാക്കി ഞാൻ അവിടെ നിന്ന് കാണിക്കാം. ട്രെയിൻ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ബാക്കി അത് ഗൈസ് ട്രെയിൻ വരുന്നുണ്ട്. എല്ലാവരും എണീറ്റു. അറിയില്ല, ഇടിച്ച് തള്ളി കയറണം. കയറിയിട്ട് എടുക്കാം. ഉണ്ടോ? ഇതെല്ലാം ജനറലിൽ കയറാനുള്ളതാ. കയറാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കാം. ഇടിച്ച് തള്ളി കയറാം. ഈ ട്രെയിനിൽ കയറാം. വരുന്നതേ ഫില്ലായിട്ടായിരിക്കും. ഉള്ളൊരു ട്രെയിൻ പോയി. പ്ലാൻ വർക്കാവോ ഫ്ലോപ്പ് ആവുമെന്ന് അങ്ങനെ ട്രെയിനിൽ കയറി ഓടി. നമ്മുടെ ജാതകത്തിലുള്ള തോന്നുന്നുണ്ട് കേട്ടോ. ട്രെയിൻ ഓടണം. വലിയ തിരക്കില്ല. ഞങ്ങളങ്ങനെ ഗയ എത്തി. വളരെ പെട്ടെന്നായിരുന്നു. നല്ല ഭയങ്കരമായിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. ഗ്യാപ്പായി ഉറങ്ങി. ഞങ്ങളിപ്പം ഗയ എത്തി. ഞങ്ങളൊന്ന് ഫ്രഷായി. ഇനി എന്താ പറയുക, ഞങ്ങളിവിടുന്ന് ഓട്ടോ എടുത്തിട്ട് എല്ലാരും എനിക്ക് ഇഷ്ടപ്പെട്ടു. 13 ആൾക്കാരുമായിട്ട് നമ്മൾ പോകുന്നു.
എല്ലാവരും അഭിപ്രായം ആരുമില്ല, നമ്മൾ മാത്രം, നമ്മൾക്ക് സ്വന്തം. ഞങ്ങളിപ്പം ബീഹാറിൽ ഗയയിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ കുറച്ച് പേരുണ്ടായി. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ലൊക്കേഷനിൽ നിൽക്കുക. അവർ പറഞ്ഞ ലൊക്കേഷനിൽ ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. ഇവിടെ ഒരു മനുഷ്യനില്ല, പട്ടിക്കാൾ, പക്ഷേ പട്ടി പോലില്ല. അതെനിക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഇനി വല്ലതും കഴിക്കണം. ആൻഡ് എനിക്ക് തോന്നുന്നു ആ ബാക്കിൽ കാണുന്ന അങ്ങോട്ടേക്കാണ് ഞങ്ങൾക്കിനി പോകേണ്ടത്. ആൻഡ് കൊള്ളാം. അപ്പോൾ ഇനി ഞങ്ങൾ വല്ലതും കഴിക്കട്ടെ. ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡൊക്കെ ഐ തിങ്ക് സാധനം കയ്യിൽ. അങ്ങനെ അവർ വന്നിരിക്കുന്നു. ഇതൊരു പക്ക വില്ലേജാണ്. ഇറ്റ്സ് എ ലോക്കൽ വില്ലേജ് ഓഫ് ഗയ. കൊള്ളാം. ഫുൾ പശുക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ കൊള്ളാം. പക്ഷെ എടുക്കാത്ത മാറ്റം. ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഞങ്ങളെ ഈ വില്ലേജിനകത്തോടെ കൊണ്ടുപോകുന്നത്. നമ്മളിങ്ങനെ ഒരു സ്മോൾ വില്ലേജ്. എനിക്കൊന്നും ഇനി ഇതിങ്ങനെ കയറണമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് കുറച്ചധികം കയറാനുണ്ട്. നല്ലത് കൊള്ളാം. ഇവിടെ പോയി കയറ്റാണല്ലേ രീതി. ഇനി ഓടി ഓടി എൻ്റെ ജീവിതം കഴിയും. ഇത് ചോദിച്ച പോലെ വേറെ തിരിഞ്ഞു നോക്കേ. അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം കണ്ടു കഴിഞ്ഞ് ഇനി തിരിച്ച് ഞങ്ങൾ പോവാണ്. ഇനി കുറച്ച് ബുദ്ധിസ്റ്റ് ടെമ്പിളും കൂടി ഉണ്ട്. ഈ കോലം കണ്ടിട്ട് ആരും പേടിക്കണ്ട. ബിക്കോസ് ഭയങ്കര വെയിലാണ്, കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ കോലത്തിലോട്ട് അയക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവാത്ത വിധത്തിൽ ഞാൻ മാറിപ്പോകും. അപ്പം അതുകൊണ്ട് ഓക്കെ. ഇനി ഞങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് വേറൊരു സ്ഥലം പോകണം. സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഗയാണോ? ലൈക്ക് ഗയെന്ന് അത് ഓർമ്മയുണ്ട്. ഗയ. ആ ഓക്കെ. അവിടെ എത്തിയിട്ട് കാണിക്കാം. വണ്ടി കിട്ടിയിട്ട് കാണിച്ചു. ഓക്കെ. मेन गेट देखा नहीं खाते मैदान 92053 2 ये हम लोग अपने से पैसा दे करके खा ले कुछ भी। यहाँ बहुत सारे आइटम है खाने वाले, बहुत आइटम है यहाँ, है ना। गोलगप्पे यहाँ के मशहूर हैं, गोलगप्पे। टिकिया चाट बहुत मशहूर है। पानी पूरी डालती, पानी पूरी उसको गोलगप्पे बोलते हैं, है ना। यहाँ बहुत मशहूर है। शाम के टाइम में जब तुम लोग निकलोगी ना, शाम के चलोगी गया, शाम का कार्यक्रम गया मेरा, उसमें क्या होगा कि बोध गया में मंदिर सारा घूम लोगी। और जब यहाँ का कार्यक्रम होगा तो तुम शाम में इसको भी चेकल कर लोगी, जन्माष्टमी वाला। 6:30 बजे को ट्रेन है। आज 6:30 बजे का। हाँ। तो ये तो मिक्स कर जाओ। वो खैर इसका टाइमिंग हम देख लेते हैं कितना बजे है ना। तुम मिस कॉल मारी मेरे को, മിസ് കോൾ ഇട്ടോ? नंबर सेव की मिस कॉल मारी। ഇവിടുത്തെ ബീഹാർ ഹ്യൂമൻ വെൽഫെയറിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങളിവിടെ കരിമ്പ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളിങ്ങനെ ചോദിച്ചു എവിടെ നിന്നാണെന്നുള്ളത്. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവില്ല ഇവിടെയുള്ള എല്ലാവരും. അപ്പം ഇങ്ങനെ കേരളത്തിൽ നിന്നാണ്, സ്റ്റുഡൻസ് ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആളിങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടുത്തെ ഹ്യൂമൻ വെൽഫെയറിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ തന്നെ ആളൊരു ഓട്ടോക്കാരനെ കണക്ട് ചെയ്തു. എനിക്ക് ഞങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരാം, ഫുഡെല്ലാം ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. അങ്ങനെ വെരി ഗുഡ് മാൻ. ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശം ഇങ്ങോട്ടും കൊണ്ടുപോകാനല്ല. താങ്ക് യു. നിങ്ങൾ കഴിക്കേണ്ടത് കഴിച്ചു, പൈസ കൊടുക്കണ്ട വേണ്ടെന്ന് അറിയുന്നത് പറഞ്ഞു. പക്ഷെ ഇവർ കൺഫ്യൂസ്. ഓക്കെ, ഉറപ്പില്ലായിരുന്നു അതെങ്ങനെയാണ്.
നമ്മളെ ഭയങ്കര സീരിയസ്ലി ബ്രോ എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. പരിപാടി ഉണ്ട് അങ്ങേര് പറഞ്ഞില്ലേ, അതിന് നമ്മളെ വിളിച്ചു. സമയമുണ്ടെങ്കിൽ വരാന്നല്ലേ. ചെല്ലുവാണെങ്കിൽ നമ്മള് നാട്ടുകാരല്ലാത്തോണ്ട് ബോധല്ലേ? ആ ബോധഗയ. അതിന്റെ ഐതിഹ്യം പറയുന്നത് ബുദ്ധന് ബോധോദയം കിട്ടിയില്ല, എൻലൈറ്റ്മെന്റ് കിട്ടിയ സ്ഥലം ഇവിടെ ആണെന്നാണ് പറയപ്പെടുന്നത്. ഇതൊരു ഏക്കർ കണക്കിന് ഭൂമിയിലുള്ള രീതിയിൽ ഇരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം ഒരുപാട് ടെമ്പിൾസ്, മൊണാസ്ട്രീസ്, ബുദ്ധൻ്റെ വലിയൊരു സ്റ്റാച്ചു പല സ്ഥലങ്ങളായിട്ട് നടക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് നടക്കാം. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റയ്ക്ക് പോകാനുള്ള ദൂരമുണ്ട്. എന്നാൽ എല്ലാം ഒരു കോമ്പൗണ്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഇവിടെ, എന്നിട്ട് നമ്മൾ തിരിച്ചങ്ങോട്ട് പോകേണ്ടി വരും. തിരിച്ചു പോകണം. അപ്പോൾ നമ്മുടെ ഓട്ടോബൈ നമ്മൾ എടുക്കാമെന്നാണ് പറഞ്ഞത്. ഇതിൽ പല ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഫോണോ ബാഗോ അലൗഡ് അല്ല. കാരണം ഇതൊരു സെൻസിറ്റീവ് ഏരിയ, മെഡിറ്റേഷന് കൂടുതൽ യൂസ് ചെയ്യുന്ന അതിൻ്റെ ബുദ്ധിസത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. സോ ഉള്ളിലോട്ടുള്ള വിഷ്വൽസ് കാണിച്ചു തരാൻ അനുമതി പറ്റില്ല, റെസ്ട്രിക്ഷനാണ്. ബാഗെല്ലാം കൂടെ വാങ്ങിച്ചു വെക്കും. ഇത് ശ്രീ ജഗന്നാഥ് മന്ദിറാണ്. ഇവിടെ ജഗന്നാഥൻ കണ്ണുള്ള ശിവനാണെന്നാണ് എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. വലിയ കണ്ണുള്ള ശിവൻ്റെ ഒരു ഇതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നീരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത്. ഇവിടെ പോകണമല്ലോ. ഇവിടെ നോക്കാം. സാധാ പോലെയുള്ളതല്ല, അതാണ് അവർ പറഞ്ഞോണം. മറ്റേ ശിവലിംഗവും അല്ലെങ്കിൽ ശിവന്റെ ഇരിക്കുന്ന നമ്മളുടെ കാണുന്ന ഒരു ഇതില്ലേ, അതുപോലത്തെ ഇതല്ല. മറ്റേ കളർ പെയിന്റിലുള്ള ഒരു മുഖത്തിൽ വലിയ കണ്ണുള്ളത് ജഗന്നാഥാണെന്നാണ് ആ ഒരു ഇതിൻ്റെ വിശ്വാസം. 3 എണ്ണം ഉണ്ടാവും, 3 ഒരു ഇത് വെച്ചിട്ട്. പിന്നെ തൊട്ടപ്പുറത്ത് രാമനും ഹനുമാനും ഇരിക്കുന്ന ആ ഒരു ഇതുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ ഡിഫറെൻ്റ് ആണ്, സംഭവം ഡിഫറെൻ്റ്. എനിക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇവരെ കയറിയ അതാണ് ഇവള് പറഞ്ഞത്. അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ണാടി കണ്ടാൽ ഞങ്ങൾ വെറുതെ വിടാറില്ല. എന്ത് ചെയ്യണം? പക്ഷെ ഒരു കാര്യമുള്ളൂ, തിരിച്ച് വാരണാസി എത്തുമ്പോഴേക്കും കരിഞ്ഞു പോകും. അത്രയും ഇതാണ്. ഇവിടെ വന്നിട്ട് മഹാബോധി മഹാവീര ടെമ്പിൾ, അത് ആ കാണുന്നത് അവിടേക്കാണ് പോകുന്നത്. ആൻഡ് ഇവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടിറങ്ങി. അകത്ത് അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട്. പക്ഷെ നമുക്കവിടെ ഫോണും ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര ടയേർഡായി നടന്നിട്ട്. ആൻഡ് ഞങ്ങൾ നെക്സ്റ്റ് എവിടേക്കാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പോയി ഒരു ടെമ്പിളിലോട്ടാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല. രാവിലെ ഒരു ആപ്പിൾ ആൻഡ് സബർജരി കഴിച്ചു. ഞാൻ കഴിച്ചില്ല, അപ്പം കഴിച്ചില്ല. അപ്പോൾ ഭയങ്കര വെയിലായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. തലയൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുക. ആവുന്നു ഒരു ടോട്ടോ ബൈ എടുത്തെത്തിയിട്ട് കാണിക്കാം. ഞങ്ങളുടെ ബയ്യത് ഇവിടെ ഉണ്ട്. ഈ ബയ്യാണ് ഞങ്ങളെ കൊണ്ടുവിടുന്നത്. ഞങ്ങൾ വേറൊരു മൊണാസ്ട്രിയിൽ വന്നതാണ്. അതും കണ്ട് ഇറങ്ങാം. അടുത്ത സ്ഥലത്ത് ഞങ്ങൾ എത്തി. ഇത് വന്നിട്ട് ഗ്രേറ്റ് ബുദ്ധ സ്റ്റാച്യു എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ബിഗ്. ഇതാണ് ഇവിടെ ഉള്ളത്. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയാത്ത ഞങ്ങൾ കുടിച്ച സോഡയുടെ കാശ് വരെ കൊടുത്തു. സമ്മതിക്കില്ല. അവസാനത്തിറക്കാനാണോ? മറ്റേ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഫസ്റ്റ് പറഞ്ഞ അങ്കിള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എവിടെയൊക്കെ പോകണോ അവിടേക്ക് കൊണ്ടുപോകണം. ഇവർക്ക് വേണമെങ്കിലും കുറേ ഉണ്ട്. സ്ട്രീറ്റ് ഫുഡൊക്കെ ഒരുപാടുണ്ട്, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് അവർക്ക് 6 ഞങ്ങൾക്ക് 6 സംതിങ്ങിനാണ് ട്രെയിൻ വരുന്നത്. അപ്പോൾ ആ ട്രെയിനിന് ഇവരെ കയറ്റി വിടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ നമ്മളെ ഗസ്റ്റായിട്ട് ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. അവസാനം ഒരു വലിയ ബില്ല് വരുവാണോ അതോ അവസാനം അറിയില്ല. എന്തായാലും ഇതുവരെ ഓക്കെയാണ്.
അവരെന്തൊക്കെയോ വാങ്ങിച്ച് വരുന്നു. പറഞ്ഞ സാധനം ഞാൻ 80 രൂപയ്ക്ക് മേടിച്ചു. അവസാനം എല്ലാം കൂടി ഞാൻ 180 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട്. നീ പറയല്ലേ കൊല്ലമാണെന്ന് പൊയ്ക്കോ. അതിലൊക്കെ ഇച്ചിരി കൊല്ലായാലും സം കൊല്ലം തിങ്സ് അല്ല ദിദി. അല്ല ഏട്ടൻ അതെ ഞങ്ങളുടെ വഴിയെല്ലാം തെറ്റി. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇംഗ്ലീഷിലും പറയാൻ പറ്റണില്ല, ഹിന്ദിയിലും പറയാൻ പറ്റുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഇവിടെ ഭോജ്പുരി ആയതുകൊണ്ട് രണ്ടും പറ്റുന്നില്ല. ഭോജ്പുരി ഞങ്ങൾക്കൊന്നും കത്തൊന്നുമില്ല. നേരത്തെ പുള്ളി എന്താ പറഞ്ഞേ? എന്തോ അയ്യോ മറ്റേ വേണമെന്ന് പറഞ്ഞേ ചലേ എന്ന് പറഞ്ഞ ചന്ന അങ്ങനെ എന്തൊക്കെ ഒരു വീടാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെയാണ്. ഇതൊരു ചിലപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും. ഇതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ് എന്നാണ് ഞങ്ങളൊരു ഗസ്. അല്ല അവിടെ എഴുതിയിട്ടുണ്ട് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. ആയിരിക്കാം. ചെരുപ്പ് വരുന്നതാണ് ഇഷ്ടപ്പെടാത്തത്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഇനി നെക്സ്റ്റ് വന്നിട്ട് അവിടെ അങ്ങോട്ടാണ് ഇനി അടുത്ത പോകേണ്ടത്. കുളിച്ചോണ്ടിരിക്കും. എന്തിനാ ഈ വേർക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല. ഇങ്ങനെ കുളിച്ചോണ്ടിരിക്കും. നല്ല ചൂടുണ്ട്. ഇവിടെ നിന്ന് ഭയ്യോട് സംസാരിക്കുന്നു. എന്താ 15 दिन मेला लगेगा, खाना पीना घुमाना लगेगा. എനിക്കൊന്നും മനസ്സിലായി. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ മനസ്സിലായില്ലേ? അല്ല ഞാൻ പറയുന്നത് അതല്ലേ പറഞ്ഞ് മനസ്സിലായില്ലെന്ന്. പകുതി പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചാൽ നമ്മുടെ പൈസ ആര് തരുമെന്ന്. അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ ടെൻഷൻ വേണ്ടാന്ന്. അപ്പോഴത്തേക്കും പറഞ്ഞ് ടെൻഷൻ ബെറ്റർ ഖാന കഴിക്കുന്നു. ഞാൻ അതിന്റെ പൈസ കൊടുക്കാനല്ലേ? അതിങ്ങനെ കൊടുക്കാനാ, അടുത്ത അത് ചെയ്യാനാ പറഞ്ഞത്. പുള്ളിക്കാരൻ ഫസ്റ്റ് എന്നോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഫോണിലൊരു തുമ്പി. അയ്യോ അതിപ്പോ എങ്ങനെ എടുക്കും? വേഗം എടുക്ക്. എന്റെ ഫോണെ നോക്ക്. കാണിച്ചു തരാട്ടോ. ആ ക്ലിപ്പ് ഞാൻ എടുക്കാം. അപ്പം അങ്കിൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ കാണുക. നിങ്ങൾക്ക് ഫുൾ ഫുഡുണ്ട്, അതൊക്കെ കഴിക്കാം. പൈസ അങ്കിൾ കൊടുക്കും, ഫ്രീ ആണെന്ന്. അതുതന്നെയാണ് പുള്ളിക്കാരൻ ഇപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് കണ്ടിറങ്ങി. ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും കാണേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല. ഇനി ആ ബയ്യ പറഞ്ഞത് വല്ലതും കഴിച്ചില്ലല്ലോ എന്നാണ്. സോ ഇനി കഴിക്കാനാണ് പോകുന്നത്. ഓൾമോസ്റ്റ് ഞങ്ങൾ വിചാരിച്ചതെല്ലാം ഞങ്ങൾ കവർ ചെയ്തു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യാമെന്ന് വിചാരിച്ചില്ല. ഇനിയും കുറച്ച് സ്ഥലങ്ങളുണ്ടെന്നാണ് ബയ്യ പറഞ്ഞത്. ഞങ്ങൾക്കിപ്പോൾ ഒരു മാംഗോ ജ്യൂസൊക്കെ വാങ്ങിച്ചു തന്നു. ബുദ്ധറാം ടെമ്പിൾ. ബുദ്ധറാം ടെമ്പിൾ കണ്ടതിൽ വെച്ച് ഇപ്പൊ കണ്ടതിൽ വെച്ച് ഏറ്റവും കാല് പൊള്ളിട്ടിരിക്കും. നിൽക്കാൻ വയ്യത്. കൊള്ളാം, കാണാൻ നല്ല നീറ്റുപൊളി. സംഭവം കിട്ടില്ല. അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട്. ആൻഡ് അതിനിടയിൽ കൂടെ ഒരു ആള് വെയിലത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ കാണിച്ചിരുന്നേ. ബാക്കിലൊക്കെ ആൾക്കാരടി ഇപ്പുറത്തോട്ട് വന്നേ. അവർക്ക് പറ്റി. ബയസ് അപ്പം നെക്സ്റ്റ് ഞങ്ങൾ വന്നത് സീതാകുണ്ടിലാണ് ഞങ്ങൾ നെക്സ്റ്റ് വന്നത്. ഇവിടെ വന്നിട്ട് ഈ സൈഡെല്ലാം റിവറാണ് വന്നിട്ട്. ഉണ്ടോ? 3 ഷെയ്ഡാണ് ആ റിവറിന് വരുന്നത്. ഒരു സൈഡ് വന്നിട്ട് ഡാർക്ക് ഷെയ്ഡ്, ഈ സൈഡ് വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു ചെളി കലങ്ങിയ ഒരു ഷെയ്ഡില്ലേ, ആ ഷെയ്ഡ്. ആൻഡ് സെൻറ്റർ പോർഷൻ വന്നിട്ട് ഡാർക്ക് ഷെയ്ഡ്. അങ്ങനെ 3 ഷെയ്ഡാണ് വരുന്നത്.
ആൻഡ് ഇവിടെ എന്താണെന്നറിയില്ല, ഞങ്ങളെ പയ്യെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടു. ആൻഡ് ദിസ് ഈസ് സീതാക്കുൻ എന്നും പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. ഇനി ഇവിടെ എങ്ങോട്ട് കയറണം, എന്ത് ചെയ്യണം എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. നോക്കട്ടെ. കരിഞ്ഞു പോവുക, അതാണ് വേറെ പ്രശ്നം. എൻ്റെ കൈയെല്ലാം പൊള്ളുവാ. ദിസ് സൈഡ് വന്നിട്ട് റിവർ ആൻഡ് ദാറ്റ് എന്തോ ഒരു ടെമ്പിൾ പോലെയാണെന്ന് തോന്നുന്നു. അത് മുകളിലോട്ട് കയറണം, ഐ ഗെസ്, ഐ ഡോണ്ട് നോ. ആൻഡ് സൈഡ് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷെയ്ഡ് 3 ഷെയ്ഡ് ഉണ്ട് അതിൽ. അയ്യോ ദേ വരുന്ന മറ്റേ മിസ് എന്നൊക്കെ പറയുന്ന പോലെ, അയ്യോ ദേ വരുന്ന പയ്യാന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. ഞങ്ങൾ എന്ത് വായിച്ചാലും പുള്ളിയാണ് പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറെ ഗോപുരങ്ങൾ കാണാനുണ്ട്, പക്ഷെ അങ്ങോട്ട് കയറാനുള്ള വഴി കാണുന്നില്ല. ഇവിടെ ഉണ്ട്, ഇത് സീതാജി കാ പ്രമുഖ് ദർശനം എന്നാണ് പറയുന്നത് ഈ സ്ഥലം. സീതാദേവിയുടെ ഇത് ഇവിടെ ഇതുപോലെ വേറെ ഇതിൽ ബൽറാം കണ്ടോ, ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോയി എല്ലാവിടെയും കാണിച്ച് ഞങ്ങൾക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചത്. ഈ ഓൾവേസ് എന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ബോഡി ഗാർഡ് പോലെ ഇങ്ങനെ ഫ്രണ്ട് നമുക്ക് കാണിച്ചു ദയാ പോകുന്നതാണ് ഭയ്യ. അതിങ്ങനെ ഞങ്ങളങ്ങനെ എല്ലായിടത്തും കൊണ്ടിറക്കും. ഏറ്റവും വൃത്തികെട്ട സംസ്ഥാനമായിട്ട് കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമുക്ക് ഇത്രയും നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇത്രയും ഹോസ്പിറ്റാലിറ്റി, ഇത്രയും കെയർ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ വന്ന് കഴിക്കുന്നു. കാരണം നല്ല ഫുഡായിരുന്നു, റിയലി ഗുഡ് ഫുഡ്. അതും ഇവിടെ വയറും മനസ്സും നിറഞ്ഞു. ഇവിടെയുള്ള എല്ലാവരും ഞങ്ങളെന്തോ വലിയ സെലിബ്രേഷൻ രീതിയിലാണ് അത്രയ്ക്കും നല്ലതാ. അത്രയും പാവപ്പെട്ടൊരു ക്യൂ നിന്നിട്ടാണ് അവിടെ കയറുന്നത്. അപ്പം ഞങ്ങൾ സൈഡിലൂടെ പെട്ടെന്ന് കയറ്റിയില്ല. അപ്പം തന്നെ നോക്കുന്നുണ്ട്, പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. നിങ്ങൾ വന്നിരിക്കുക, കഴിക്കുക, ഇങ്ങനെയാണ് എങ്ങനെ എടുക്കേണ്ട പ്ലേറ്റ്. നമ്മൾ കേരളത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു അടി നടന്നേനെ. പകത്തുള്ള ആളാണെങ്കിലും വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എവിടുന്ന, അപ്പം കേരളത്തിൽ നിന്നൊക്കെ പറഞ്ഞപ്പോൾ പ്ലേറ്റ് എടുക്കണം. അപ്പം ഞാൻ സ്പൂൺ എടുക്കാതെ സ്പൂൺ എനിക്ക് കൊണ്ടിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളവർ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ വന്ന് കഴിക്കേണ്ടി വരുമെന്ന്. ഐ റിയലി ലവ് ബിഹ. അതെ, ഇത്രയും നാളത്തെ എല്ലാം വെറും ഊഹാഭോഗങ്ങളായിരുന്നു. കണ്ടോ ബാക്കി കണ്ടോ, asking for us for the review. നല്ലായിരുന്നു. എനിക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു പേടിയുണ്ട്, എന്നാലും ഞാൻ മെസ്സിനോട് കഴിച്ചു. നല്ലായിരുന്നു. ബയ്യ കഴിക്കാൻ പോയതായിട്ടാണോ? ബയ്യ കഴിക്കാൻ പോയത്. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇവരൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരാ. ഇനി വേറൊരു സ്ഥലത്തോട്ട് പോകുന്നു. ഇതൊരു ചെറിയ ഗല്ലി, ആ ഗല്ലിയിലൂടെ പൊക്കോണ്ടിരിക്കുവാണ്. ഞങ്ങളുടെ പ്ലാൻ ഫസ്റ്റേ കഴിഞ്ഞു. ഒരു 10 മണിയോടുകൂടി ഞങ്ങളുടെ പ്ലാൻ കഴിഞ്ഞു. അപ്പം അവർ പ്ലാൻ ചെയ്തപ്പോഴാണ്, കാരണം പുലർച്ചെ 5 മണിക്ക് നമ്മളിവിടെ എത്തി. എന്തൊക്കെയോ കാണിച്ചിരുന്നു, മാക്സിമം കാണിച്ചിരുന്നു. സത്യം അത് ഫ്രീ ആയിട്ടെല്ലാം കാണിച്ചിരുന്നു. ഒരു മനുഷ്യനെ കൊണ്ട് അതവരുടെ ഒരു കൾച്ചർ ആൻഡ് ട്രഡീഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ അതിലവർ എന്താ പറയുക 100% സിൻസിയറാണ്. നമുക്ക് തന്നെ ചെറിയൊരു തയ്യാറെടുപ്പുള്ള കുറച്ച് നാളായാലും പണിക്ക് ഇറങ്ങിയിട്ട് അതെ ടയർഡായിട്ട് അതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. വന്ന വഴി ഓർമ്മയില്ലേ? ഇല്ല, എനിക്ക് ഓർമ്മയുണ്ട്. എടി ഒരു ഘാട്ടിലോട്ട് ഇറങ്ങി നമ്മള്. വാവ്, അടിപൊളി സ്ഥലം ഗൈസ്.
ഇവിടെയാണ് ഇപ്പൊ ഞങ്ങൾ വന്നത്. ഇപ്പൊ ഞങ്ങൾ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ സീതാകുണ്ടിൽ പോയപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു റിവർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ലൈക്ക് ആ സൈഡായിരുന്നു ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത്. ആൻഡ് ഇപ്പം ഞാൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എത്തി. നിന്ന് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്തേക്കുന്നതിൻ്റെ ഇപ്പുറത്തേക്കുന്നതിൻ്റെ അപ്പുറത്ത്. അതെ, വെയിൽ മാത്രം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുള്ളൂ. വെയിലില്ലായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിരുന്നല്ലേ അല്ലേ? വൈ ഗൗരി തിരിച്ച് നടന്നായിരുന്നു. കൊള്ളാം. എനിക്ക് എന്നെ ഒന്നും കാണുന്നില്ല, നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ഞാൻ വെയിലത്തുനിന്നൊന്ന് മാറി റൂമിലൊക്കെ എത്തിയാലേ എനിക്ക് അറിയുള്ളൂ എന്താ ഇതിനകത്തുള്ളത് എന്ന്. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കയറി വന്നത്. ദിവ്യയുടെ ഫുൾ സ്കില്ല് പുറത്തെടുത്തുകൊണ്ടിരിക്കുവോ. പകുതിയൊക്കെ കണ്ണും കാണുന്നില്ല, എന്നാലും അവൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വെള്ളം മേടിക്കണം. We need water. ഓനോട് പറയല്ലട്ടാ, ഓനത് സ്പോൺസർ ചെയ്തു. ഇവിടെ മലയാളം കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും ഇപ്പം മൊത്തം രാവിലെയൊക്കെ എങ്ങനെ ഇരുന്ന ഗൗരിയാ. എന്നെ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും വ്ളോഗ് ആദ്യം എന്തായിരുന്നു. ഇനി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പോവാന്നാണ് വിചാരിക്കുന്നത്. പുള്ളിയെടുത്ത് പറയട്ടെ. കണ്ടിട്ടുള്ളതെന്ന് അറിയില്ല. മതി, ഞങ്ങളുടെ ബാറ്ററി കഴിഞ്ഞു, ഇനി ഞങ്ങൾക്ക് ബീഹാർ കാണണ്ട എന്ന് പറയാൻ പോവാണ്. പുള്ളിയുടെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. This was not our plan. I think this is the God's plan. അതെ, ഇത് ഞങ്ങൾക്ക് ഒരു ചെലവില്ല. ഓൺലി 300. An unexpected trip. Literally. എല്ലാം കഴിഞ്ഞ് അവസാനമാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നത്. സഞ്ജീവങ്ങൾ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. ഓഫീസിലെത്തിയപ്പോൾ വേറെ കുറച്ച് പേര് ഞങ്ങൾക്ക് കാണാനും അവരോട് സംസാരിക്കാനും പറ്റി. അപ്പം തന്നെ ഞങ്ങളുടെ ഫുൾ കിളി പാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് നമുക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു ആരും മനസ്സിലാവില്ല. അങ്ങനെ സഞ്ജീവർക്ക് ആ വൈറ്റ് ഷർട്ട് പറഞ്ഞിട്ടുണ്ടായി. രാവിലെ ഞങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായി എന്താണ് പാനിപ്പൂരി കഴിക്കാന്നുള്ളത്. അപ്പോൾ ഇതുവരെ വാങ്ങിച്ച് തന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടി വാങ്ങിച്ച് തന്നിട്ടില്ല. എന്നെയും കൂടി स्वीट वाटर 5-6 VIP ട്രീറ്റ്മെന്റ് കിട്ടി മടുത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടോളൂ, നിങ്ങൾ കാണി, ശരിക്കും കാണും. ഒരാൾ സഹായം ചെയ്യൂ. എന്തുകൊണ്ടായിട്ടും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അറിയില്ല. അതേ കണ്ടോ, സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചത് ഉണ്ടോന്ന് പറയും. എന്താണ് ഉദ്ദേശം രാത്രിയല്ല, വഴി പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. പഠിക്കുമ്പോൾ വഴി പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അടുത്ത കുറച്ച് സാധനം കൂടി വാങ്ങിച്ചു തരാം. ഇതെന്ത് സാധനം? എന്തോ ये आइटम को बोलते हैं आलू आलू कचालू. हाँ हाँ
എന്താ ഉണ്ടാക്കി केरला से है लोग बीएचयू में पढ़ती है घूमने आई है गया എനിക്കൊരു പുല്ലുമില്ല വേണേ കഴിച്ചിട്ട് ഓടോ എന്നുള്ള മൈൻഡാണ് ചേട്ടൻ എല്ലാം കഴിച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും അതാണ് എനിക്കൊരു പേടി എന്താടി വരിടുന്നത് എനിക്ക് അറിഞ്ഞൂടെ മോളെ ഇതിന് നിന്നോടൊക്കെ നിന്റെ എനിക്ക് എരിഞ്ഞിട്ട് നിൽക്കാൻ വയ്യ സാധനം ബീഹാറിലെ ഫേമസ് സാധനമാണ് ഐസൊക്കെ ഇടുന്നത് है ना ഒരു സാധനം തിന്നിട്ട് എനിക്ക് എരിഞ്ഞിട്ട് നിൽക്കാനും വയ്യ ഓടി രക്ഷപ്പെടാനായി താങ്ക് യു. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ എത്തി തിരിച്ച് ഒരു കൊട്ട സാധനമുണ്ട് എല്ലാവർക്കും ഓരോ കവർ ചിപ്സ് ഇത് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ള സാധനങ്ങൾ ലോട്ട് ഓഫ് തിങ്സ് ഇതിൽ കൂടുതൽ അതിഥികൾ പറ്റില്ല സീരിയസ്ലി സത്യം അതെ നമ്മൾ ഇച്ചിരി ടയർഡാണ് പക്ഷെ അവർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് ഒരു ഭയങ്കര എന്താ പറയാ ബുദ്ധിമുട്ട് ചെയ്യുന്ന കാണുമ്പോൾ അത് നമുക്ക് അയ്യോ നമ്മുടെ കയ്യിൽ പൈസ ഉള്ള അവരാണ് ഫുള്ള് പൈസ എടുക്കണേ എന്ത് ബന്ധത്തിനില്ല അങ്ങനെ ഒരു മനസ്സിക്കിട്ട് മാത്രമല്ല അങ്ങനെ സീരിയസ്ലി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ബമ്പർ ലോട്ടറിയാണ് അടിച്ചത് അത്ര ഭാഗ്യമുള്ള ഒരു സംഭവം 5 പൈസ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയുമില്ല ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് കഴിക്കാനും ഇല്ല തിരിച്ച് കൊണ്ടുപോകാൻ വരെ സാധനങ്ങൾ കയ്യിൽ തന്നിട്ടുണ്ട് അതെ ട്രെയിനിൽ ഇരുന്ന് കഴിക്കാൻ വരെ സാധനം ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് പിന്നെ അതെ ട്രെയിൻ കയറ്റി വിടാൻ നേരത്തെ ബയ്യുണ്ട് ഈ തോന്നുന്നു നമ്മൾ ഏത് ലോകത്താണ് വന്ന് കിട്ടുന്നത് വരുന്നതെന്ന് ഒട്ടും തിരക്കില്ല ഗൈസ് ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ തിരക്കില്ല ഞങ്ങളിനി ഗയന്ന് തിരിച്ച് വാരണാസിക്ക് പോവാണ് സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ ട്രെയിൻ വരണ്ടെങ്കിൽ ട്രെയിൻ കയറിയിട്ട് കാണിക്കാം മിക്കവാറും കാണിക്കാൻ പറ്റില്ല ജനറൽ അത്രയ്ക്കും തിരക്കാം ഭയങ്കര ആളുണ്ട് ഓക്കെ അങ്കിൾ താങ്ക് യു എന്റെ കോലം കണ്ടിട്ട് എനിക്ക് എന്റെ വീട്ടില് ഒന്നും പറയില്ല ഞങ്ങൾ വാരണാസി എനിക്ക് എന്നെ കാര്യം പക്ഷേ വീണ്ടും വീണ്ടും ഓരോ ജനറൽ ട്രിപ്പ് ഞങ്ങളെ കൂടുതൽ ശക്തരാക്കും തല്ലിവിടാനും തലവിളിക്കാനും തള്ളിയിട്ട് മാറി ഓടിയിട്ട് കയറാനൊക്കെ വെച്ചിട്ട് നിൽക്കാനും വയ്യ നേരത്തെ ഇതൊരാൾ ഇതിന്റെ വ്ളോഗിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സൈഡ് ആക്ച്വലി കാര്യമൊക്കെ എത്ര മണിക്ക് താഴോട്ട് ഇറങ്ങട്ടെ അങ്ങനെ ഞങ്ങൾ തുടങ്ങിയവിടത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു സക്സസ്ഫുള്ളി റീച്ച് ഇനി മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പിടിക്കണം അത് കഴുക്കുണ്ടാക്കി വണ്ടി പിടിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ ഗൈസ് അങ്ങനെ ഞങ്ങൾ എത്തി അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഐ എം ഓൾമോസ്റ്റ് ഡൺ അപ്പം അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട